ഹായ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഡിമ്മായിട്ടിരിക്കുക. എങ്കിൽ തന്നെയും അതിന് വേണ്ടിയ ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ നമ്മൾ ഈ ചെടികൾ വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്നിടത്തോടെ നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറികൾ കൂടി നട്ടു വളർത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ വിളവെടുത്ത മത്തങ്ങയും അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വിളവെടുക്കുന്ന വീഡിയോ എടുക്കാനങ്ങ് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങളെ ഇത് കാണിച്ചത്. നമ്മൾ എന്തായാലും ചെടികൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്ന ഒക്കെയും ഒരുപാട് വിഷം തളിച്ചതാണ്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പച്ചക്കറികളാണ് ഞാനിപ്പോൾ ആദ്യം പറയുമ്പോൾ. നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ മത്തങ്ങ, പയർ, വെണ്ടയ്ക്ക, നമ്മുടെ വഴുതനങ്ങ, അതുപോലെ കോവയ്ക്ക, ഇതൊക്കെയും വളരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബീൻസ് ഇതൊക്കെയും വളരെ ഈസി ആയിട്ട് അതും നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ സ്ഥലമില്ലെന്ന് പറയുന്നവർക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലോ ഒക്കെ ചെറിയ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് കരിയിലയൊക്കെ മിക്സ് ചെയ്ത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ ഇതൊക്കെ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ്. ഇത് ഗാർഡനിങ്ങിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുന്നവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള മിസ്റ്റേക്കുകളുണ്ട്, അത് നിങ്ങൾക്ക് തിരുത്താനും നല്ലൊരു അവസരം കൂടിയാണ് കേട്ടോ. നമ്മുടെ പച്ചമുളക് കണ്ടോ, ഈ പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവില്ലാതെ നമ്മൾ ഉണക്കമുളക് വാങ്ങുമല്ലോ, അതിൻ്റെ അരിയിട്ട് പാകി കിളിപ്പിച്ച് കേട്ടോ നല്ല രീതിയിൽ പച്ചമുളക് നമുക്ക് വീട്ടിൽ തന്നെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെടികൾ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ അത് കിളിക്കുന്നില്ലെന്ന്. അതൊരു അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് ചെടി വാങ്ങിയാലും നമ്മൾ ആദ്യം അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യണം. അതായത് ഏത് ടൈപ്പ് ചെടിയാണ് നമ്മുടെ വീട്ടിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചറിന് അനുയോജ്യമായ ചെടിയാണോ എന്നൊക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ നഴ്സറികളിൽ പോയി അവിടെ കണ്ടിഷ്ടപ്പെട്ട ഒരു ചെടിയല്ല നമ്മൾ വാങ്ങി വെക്കേണ്ടത്. അത് ഏറ്റവും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ കടയിൽ ചെന്ന് കാണുമ്പോൾ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നത് കാണും, അത് അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചത് നമ്മൾ മുട്ട പുഴുങ്ങുന്നതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് ഒരിക്കലും കളയരുത്. അത് നല്ലപോലെ റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഉപ്പിടാതെ വേണം നമ്മൾ മുട്ട പുഴുങ്ങിയ വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒട്ടും ഉപ്പ് ചേർക്കാതെ ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലപോലെ പൂക്കാനത് സഹായിക്കുക. അത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെടി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നോക്കണം. ഇൻഡോർ ചെടികൾ ഇതുപോലുള്ള ചെടികൾ നമ്മൾ ഒത്തിരി വെയിലില്ലാത്ത ഒരു സ്ഥലം നോക്കി വേണം നമ്മൾ വീട്ടിലെപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട്. വെയിലില്ലാത്ത സ്ഥലത്ത് വേണം ഇൻഡോർ ചെടികൾ വെക്കുക. കാരണം അതിന് ഒരുപാട് ചൂട് വേണ്ടാത്ത ചെടികൾക്ക്. അതേസമയം നല്ല പൂക്കുന്ന ചെടികളുണ്ടല്ലോ, അതിനൊക്കെ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ചെടികൾ, ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ തൈയാണ് കേട്ടോ. ഇതിനി മാറ്റി വെക്കാറായി. ഇനി കുറച്ച് മണ്ണൊക്കെ പൊട്ടി മിക്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഞാൻ രണ്ടാമത് പറയുന്നത് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. അതായത് റെഗുലർലി നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് പോയാൽ പോരാ. ആ ചെടികൾക്ക് റെഗുലർ നമ്മളിപ്പോൾ ഒരു മാസം കൊടുത്ത് അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് 15 ദിവസത്തിൽ നമ്മൾ കൊടുത്തിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ അങ്ങ് മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. ഫെർട്ടിലൈസ് ചെയ്യണം റെഗുലർലി. അന്നേരം പൂക്കാൻ നമ്മൾ ഏറ്റവും നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയ ഫെർട്ടിലൈസർ ഫോസ്ഫറസ് ആണ്. നമ്മൾ പറയുമല്ലേ NPK, അതിൽ നടുക്കുള്ള ആളാണ് ഫോസ്ഫറസ്. അതാണ് നമ്മുടെ ചെടികളെ ബ്ലൂം ചെയ്യാൻ, അതായത് പൂക്കാൻ വേണ്ടി സഹായിക്കുന്ന. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസ് ചെയ്ത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ നോക്കി വാങ്ങി, അതായത് ഈക്വൽ പാർട്സ്
നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ പൊട്ടാഷ്യം. ഇത് നമ്മൾ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് കൊടുക്കുമ്പോൾ റെഗുലറായി കൊടുക്കുക. അതായത് നിങ്ങൾ ഒരു മാസത്തിലൊരിക്കലൊന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ചെടികൾക്ക് ആവശ്യത്തിന് വേണ്ടി ന്യൂട്രിയൻസും കിട്ടും, നല്ല രീതിയിൽ ഇലയും പൂവും വന്ന് ഇതുപോലെ നിൽക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യം വീഡ്സ്, അതായത് നമ്മുടെ ചെടികളുടെ കളകൾ. ചെടികളിൽ നമ്മൾ നടുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒത്തിരി കളകൾ, അതായത് പോച്ച, പുല്ലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് കിളിച്ചു വരും. അതൊക്കെയും നമ്മൾ സമയാസമയങ്ങളിൽ പറിച്ചു മാറ്റുന്നത് ചെടികളുടെ വേരിൻ്റെ വികാസത്തിനും അതുപോലെ ചെടികൾക്ക് നല്ലതായിട്ട് വളർന്നു വരാനും സഹായിക്കും. അടുത്ത ഒരു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ തന്നെ നല്ലപോലെ സൺലൈറ്റ് കൊടുക്കണം. ഇതുപോലുള്ള റോസ് പോലുള്ള ചെടികൾക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൂക്കൾക്ക് നല്ല കളറുണ്ടാകാനും അതുപോലെ നല്ല രീതിയിൽ പൂക്കാനും സഹായിക്കും. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എസ്, അതായത് നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് ചെടികൾക്കും. അതിന് വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം നമ്മൾ കൊടുക്കണം. അതായത് അതിനൊരു മോയ്സ്ചർ വേണം, അതായത് മണ്ണിന് നല്ലൊരു നനവ് വേണം. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ചെടികളിൽ നിന്നും ഓരോ ചെടികൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ചെടികളെ പറ്റി ആദ്യം ഒന്ന് പഠിക്കണം. ഏത് ചെടിയാണ് നമ്മൾ വളർത്തുന്നത്, അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കണമെന്നല്ല. നമ്മൾ ഓരോ ചെടികൾക്കും വെള്ളം കൂടുതൽ വേണ്ടിയ ചെടികളുണ്ട്, വളരെ കുറച്ച് വെള്ളം വേണ്ടിയ ചെടി, അതായത് സക്കലൻസ് ഒക്കെ ആ കൂട്ടത്തിൽപ്പെടും. അതിന് റെഗുലറായിട്ട് വെള്ളം വേണ്ടാത്തൊരു ചെടി, അതിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും വെള്ളം ചെടികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഓവർ വാട്ടറിങ് ഒരു ചെടികൾക്കും ചെയ്യില്ല. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മിക്ക ചെടികളുടെയും വേര് ചീഞ്ഞു പോയി ചെടി തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചെടിയും നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക, മോയ്സ്ചർ നനവുണ്ടെങ്കിൽ അതിന് ഒഴിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേപോലെ തന്നെ ചില ചെടികൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം മതി, അത് ചിലതിന് ആഴ്ചയിൽ 2 പ്രാവശ്യം. അപ്പോൾ അന്നേരം അത് നോക്കി കണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ റോസ് പോലുള്ള ചെടികൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡെഡ് ഹെഡ് ചെയ്യണം റെഗുലർലി. അതായത് ഓരോ പ്രാവശ്യം പൂ വന്നതിന് ശേഷവും നമ്മൾ അതിൻ്റെ ആ ഒരു മണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ഗ്രോത്ത്, അതായത് ആ ചെടിക്ക് ഒരു പ്ലാന്റിന് പുതിയ, അതായത് നമ്മൾ ആ ചെടി ഒന്ന് എൻകറേജ് ചെയ്യണം ന്യൂ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ ഒരുപാട് പുതിയ വൈബ്രൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, പുതിയ മുട്ടുകൾ വരാനും നമ്മളതിനെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏത് റോസ് ആണെങ്കിലും നമ്മളത് പൂ വന്നതിന് ശേഷം അതിനെ ഡെഡ് ഹെഡ് ചെയ്യണം റെഗുലർലി. പൂ വന്നതിന് ശേഷം അത് കട്ട് ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ ചെടികൾ പുതിയതായിട്ട് ബ്രാഞ്ചസ് വന്ന് പുതിയ ഒരു നല്ല ഒരു ബുഷിയായിട്ടൊക്കെ വരത്തുള്ളൂ. പിന്നെ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മൾ ചെടിയുടെ ഹെൽത്തിനെ അതുപോലെ തന്നെ ആ ചെടിയുടെ ഓവറോൾ ഗ്രോത്തിനും ചെടിയുടെ ഒരുപാട് പൂക്കൾ വരാനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രൂണിങ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെടികളുടെ ഉണങ്ങിയ ഇലകളൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ ഒരുപാട് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ പ്രൂണിങ് ചെയ്യുമ്പോൾ ചെടികൾക്ക് നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടും. അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ കുറയാനും പ്രൂണിങ് സഹായിക്കും. നമ്മൾ മെയിനായിട്ട് ചെയ്യാറുള്ള പൂക്കുന്ന ചെടികൾക്ക്, മരങ്ങൾക്ക് ഒക്കെ പ്രൂണിങ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് ചെടികൾക്ക് ഒരുപാട് ബ്രാഞ്ച് വരാനും ബുഷിയാകാനും ഒക്കെ സഹായിക്കുന്നതാണ്, ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും ഞാൻ മെയിനായിട്ട് ചെയ്യാറുള്ള എൻ്റെ സ്ട്രെസ്സ്, ടെൻഷൻ ഒക്കെ മാറ്റി എപ്പോഴും ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ ചെടികളുടെ ഇലകളുടെ കളേഴ്സും അതേപോലെ ബ്യൂട്ടിഫുൾ പ്ലാന്റ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുറേ സ്ട്രെസ്സും ടെൻഷനും മാറി നമ്മുടെ കുറച്ച് ടൈം നല്ല ഒരു എന്തായാലും പറയുന്നത് ഒരു മീനിങ് ഫുള്ളാക്കി നമുക്ക് തീർക്കാൻ പറ്റും. നമ്മുടെ സമയം കുറേ ടെൻഷൻ ഇല്ലാതെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഹോബി അല്ലെങ്കിൽ പാഷനാണ് ഗാർഡനിങ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഔട്ട്ഡോർ സ്പേസിനെ മനോഹരമാക്കാനും ഈ ഗാർഡനിങ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും. നമ്മുടെ ചെറിയൊരു എഫേർട്ട് മതി, നമ്മുടെ വീടിന് മുമ്പിൽ നല്ല പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളല്ലെങ്കിൽ ഇങ്ങനെ വേറെ നമ്മുടെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മളൊന്ന് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലും അതുപോലെ പൂക്കൾ വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എങ്ങും പോയി കാണേണ്ട കാര്യമില്ല. നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ എന്നും വരുമ്പോൾ ഈ പൂക്കളെ
കാണുമ്പോൾ പുതിയ പൂക്കൾ നമുക്ക് ചെടികൾ നമുക്ക് തരുന്നൊരു സ്നേഹമാണ്. അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ ചെടികളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും ഒക്കെ പറ്റും. ഒരു നല്ലൊരു ഐഡിയ ആണ് നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഗാർഡനിങ് ചെയ്യുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉള്ളിയുടെ തോലൊക്കെ അത് ഇട്ട് ഇതേപോലെ വെള്ളത്തിൽ കഞ്ഞിവെള്ളമൊക്കെ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ കേട്ടോ. ഈ സവാളയെന്ന് പറയുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ ചെടികൾ എസ്പെഷ്യലി റോസ് പൂക്കാൻ ഒത്തിരി എഫക്റ്റീവാണ്. ഇതിൽ മുട്ടത്തോട്, ഉള്ളിത്തൊലി, അതുപോലെ തന്നെ പച്ചക്കറികളുടെ വേസ്റ്റ്, പിന്നെ നമ്മുടെ തേയിലയുടെ ചായ ഇട്ടതിന് ശേഷമുള്ള മട്ട്, ഇതൊക്കെ ഇട്ട് വെക്കുക. കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ ഒരു ഫെർട്ടിലൈസർ ചെടികൾ പൂക്കാൻ ഒത്തിരി നല്ലത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ. See you next video.